എന്താണ് കോഡ് ഉച്ചകോടി നടക്കാൻ പോവാണ്. അപ്പം ഇതിനും കൂടിയായിട്ടാണ് നരേന്ദ്രമോദി യുഎസിലേക്ക് പോയിരിക്കുന്നത്. 3 ദിവസത്തെ സന്ദർശനമാണ്. 23-ാം തീയതി വരെയാണ് നരേന്ദ്രമോദി യുഎസിലുണ്ടാവുക. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ ക്വാഡ് രാജ്യങ്ങൾ പങ്കെടുക്കും. 4ാമത് ക്വാഡ് ഉച്ചകോടി ഇന്ന് അമേരിക്കയിലെ ഡെലവേറിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിഡ, ആന്റണി അൽബനീസ് എന്നിവർ പങ്കെടുക്കും. നമുക്ക് നമ്മളൊപ്പം ശ്രീ സജിമോൻ ആന്റണി അമേരിക്കയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ സജിമോൻ ആന്റണി, ഗുഡ് മോർണിംഗ്. ഇവിടെ ഗുഡ് മോർണിംഗ് ആണ്. ഗുഡ് മോർണിംഗ്. കേൾക്കാമോ? ഹലോ, കേൾക്കാമല്ലോ അല്ലേ? അല്പം വോളിയം റൈസ് ചെയ്യാമോ? കേൾക്കത്തില്ല. കേൾക്കാമല്ലോ അല്ലേ? ശരി, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇപ്പോൾ ഈ അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു കാഹളം നടക്കുന്ന സമയമാണ്. ആ സമയത്താണ് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ എത്തുന്നത്. നേരത്തെ ബൈഡൻ പറഞ്ഞത്, ക്ഷമിക്കണം, അതെ, ട്രംപ് പറഞ്ഞിരുന്നു തന്നെ കാണുന്നുണ്ട് എന്ന്. പക്ഷേ ഇത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല. ഈ ക്വാഡ് ഉച്ചകോടിക്കപ്പുറം മറ്റെന്തെങ്കിലും അജണ്ടകളുണ്ടോ പ്രധാനമന്ത്രി സന്ദർശനത്തിൽ? പ്രധാനമന്ത്രിയുടെ 3 ദിവസ സന്ദർശനമാണ് ഇവിടെ. ഇന്നിപ്പോ ഇവിടെ രാത്രിയാണ്, നാളെ കാലത്തെ, അതായത് 21, 22, 23 ശനി ഞായർ തിങ്കൾ തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ സന്ദർശനം തുടങ്ങുന്നത് ക്വാഡ് ഉച്ചകോടിയാണ്. ക്വാഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, USA ഒരു 35 ട്രില്യൺ ഇക്കണോമി, അതായത് ലോകത്തിലുള്ള മൊത്തം ഇക്കണോമി നോക്കുവാണെങ്കിൽ 110 ട്രില്യൺ ആണ്. അതിന്റെ ഒരു 1/3 ഇക്കണോമിയുടെ ബലമുള്ള അല്ലെങ്കിൽ ബേസിസ് ഉള്ള 4 കൺട്രികളുടെ ഒരു കൂടിക്കാഴ്ചയാണ്. കഴിഞ്ഞ തവണ നടത്തിയതിന്റെ ഒരു ഫോളോ അപ്പ് മീറ്റിംഗ് ആണ് ഇത്തവണ നോക്കുന്നത്. വിഷയങ്ങൾ, ടോപ്പിക്ക് മിക്കവാറും വരാൻ ഈ ചർച്ചയിലുള്ളത് അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഒന്ന് ഇക്കണോമി, രണ്ടാമത്തേത് പ്രൈമറി ചൈന, മൂന്നാമത്തേത് കഴിഞ്ഞ മീറ്റിംഗിലെ ഫോളോ അപ്പ്. ഈ 3 കാര്യങ്ങളാണ് അവർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓർക്കണം, കഴിഞ്ഞ 23 ജൂണിൽ പ്രൈം മിനിസ്റ്റർ മോദി ഇവിടെ ഒരു സ്റ്റേറ്റ് വിസിറ്റ് നടത്തുകയുണ്ടായി. അദ്ദേഹം വളരെ സക്സസ്ഫുൾ മീറ്റിംഗ് ആയിരുന്നു നടത്തിയിരുന്നത്. ഏകദേശം അന്നത്തെ റിപ്പോർട്ടുകൾ കണക്കനുസരിച്ചാണെങ്കിൽ ഏകദേശം 2.7 ബില്യന്റെ ബിസിനസ് ഡീലിംഗ്, ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഒപ്പുവെച്ചിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഫോളോ കൂടിയാണ് ഈ ഒരു മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡെലവേർ ആണ് എന്നത് അതൊരു പ്രത്യേകതയാണ്. കാരണം ഇവിടുത്തെ പ്രസിഡന്റ് ജോ ബൈഡന്റെ ജന്മനാടാണ് ഡെലവേർ. അവിടെയാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടാവുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതിനുശേഷം ശനിയാഴ്ച വൈകുന്നേരം അദ്ദേഹം പ്രൈം മിനിസ്റ്റർ മോദിയുടെ വിസിറ്റ് യുഎനിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച വൈകുന്നേരം, അതായത് 22-ാം തീയതി ഇവിടെ വലിയൊരു വിരുന്നാണ് പ്രൈം മിനിസ്റ്റർ മോദിക്ക് വേണ്ടിയിട്ട് പ്രവാസി സമൂഹം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയുള്ള നസ കൗണ്ടിയിൽ, ന്യൂയോർക്കിലുള്ള ഒരു 15,000 സീറ്റുള്ള ഒരു വലിയൊരു ഓഡിറ്റോറിയമാണ്. അതിന് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം 24,000 ആൾക്കാർ 48 മണിക്കൂർ കൊണ്ട് രജിസ്റ്റർ ചെയ്തു എന്നുള്ള വാർത്തയാണ് അവിടെ നിന്നുള്ളത്. അതിനകത്ത് എത്രമാർക്ക് 15,000 പേരുടെ കപ്പാസിറ്റിയാണ്, 15,000 കപ്പാസിറ്റിയാണ്. അതിനകത്ത് 24,000 ആൾക്കാർ ഓൾറെഡി ആ ഒരു ഈവന്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 400-ലധികം കലാകാരന്മാരുടെ കലാവിരുന്നാണ് അവിടെ പ്രൈം മിനിസ്റ്റർ മോദിക്ക് വേണ്ടിയിട്ട് ഈ പ്രവാസി സമൂഹം ഒരുക്കിയിരിക്കുന്നത്. 2 സ്റ്റേജുകളിലായിട്ടാണ് ആ ഈവന്റ് നടക്കുന്നത് എന്നുള്ള പ്രത്യേകതകളൊക്കെയാണ് ഈ തവണത്തെ വിസിറ്റിനകത്ത് ഉള്ളത്. ഏതായാലും ചെറിയൊരു കോൺട്രവേഴ്സി കൂടി ഉണ്ട് ഇവിടുത്തെ ഒരു ഇലക്ഷനകത്ത്. പ്രൈം മിനിസ്റ്റർ മോദിയുടെ വിസിറ്റ് വളരെ ആകാംക്ഷയോടെയാണ് ഇവിടുത്തെ ഭരണകൂടം നോക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു ഇലക്ഷൻ റാലിയിൽ പറയുകയുണ്ടായി, പ്രൈം മിനിസ്റ്റർ മോദി അടുത്ത ആഴ്ച വരുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തെ കാണാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഇവിടുത്തെ വിദേശകാര്യ മന്ത്രാലയത്തെ ഉദ്ധരിക്കുകയാണെങ്കിൽ ഇതുവരെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് പ്രൈം മിനിസ്റ്റർ മോദി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ മാത്രമായിരിക്കത്തില്ല, കമല ഹാരിസിനെയും വിസിറ്റ് ചെയ്യും. രണ്ടുപേരുടെയും വിസിറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ വിസിറ്റ് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിസിറ്റ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡനും ക്വാഡ് ഉച്ചകോടിയും യുഎനും ഈ ഒരു സ്വീകരണവുമായിട്ട് ഒതുങ്ങും എന്നുള്ള ഒരു പ്രത്യാശയാണ് ഇരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെറിയൊരു കോൺട്രവേഴ്സിയും ട്രിഗർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയെ പറ്റി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു ചെറിയ കോൺട്രവേഴ്സി. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് ട്രേഡ് അബ്യൂസർ എന്നൊരു വേർഡാണ് ഉപയോഗിച്ചത്. അറ്റ് ദ സെയിം ടൈം അദ്ദേഹം ആ സെന്റൻസ് ഫില്ലാക്കിയത് ഇങ്ങനെയാണ്, ബട്ട് PM മോദി ഒരു ഫന്റാസ്റ്റിക് പേഴ്സൺ ആണ്, ഫന്റാസ്റ്റിക് ലീഡർ ആണ് എന്നാണ്. ഇന്ത്യ ഒരു ട്രേഡ് അബ്യൂസർ ആണ്, എന്നാൽ പ്രൈം മിനിസ്റ്റർ മോദി ഒരു ഫന്റാസ്റ്റിക് ഹ്യൂമൻ ബീയിങ് ആണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതൊക്കെയാണ് ഇപ്പം ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് പ്രൈം മിനിസ്റ്റർ മോദിയുടെ വിസിറ്റിനെ സംബന്ധിച്ച്. ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എനിക്കറിയാം ലോകം ആകമാനം, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നുള്ള എല്ലാവരും വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഒരു വിസിറ്റ് നോക്കി കാണുന്നത് എന്നാണ് എനിക്ക് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. നന്ദി ശ്രീ സജിമോൻ ആന്റണി. ഏതായാലും പ്രധാനമന്ത്രി അവിടെ എത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട സന്ദർശനവുമാണത്.